മനുഷ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ആഗോളവൽക്കരണ കാലത്തിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക വെല്ലുവിളികളോട് അദ്ദേഹം പ്രതികരിച്ച രീതി മറ്റ് മതമേലധ്യക്ഷന്മാരിൽ നിന്ന് അദ്ദേഹത്തെ ഏറെ വ്യത്യസ്തനാക്കി. ഗാസയിൽ ഇസ്രായേൽ നിഷ്കളങ്കരായ സ്ത്രീകളെയും കുട്ടികളെയും നിഷ്കരുണം കൊന്നൊടുക്കിയപ്പോഴും, യുദ്ധത്തിൻ്റെ വിനാശകാരികളായ ശക്തികൾ ലോകത്തെ ഭയപ്പെടുത്തിയപ്പോഴും മൗനം പാലിക്കാതെ യുദ്ധം തെറ്റാണെന്ന് തുറന്നു പറയുവാൻ ആർജവം കാണിച്ച ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് നൽകിയ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു. എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയോട് ചേർന്നു നിന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നീതിക്കു വേണ്ടി ദാരിദ്ര്യമോചനത്തിനായി കേഴുന്ന മനുഷ്യൻ്റെ ശബ്ദമാകാൻ അദ്ദേഹം ശ്രമിച്ചു. കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾക്കകം റോമിലെ ജയിൽ പെസഹാ ദിവസം സന്ദർശിച്ച് 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 12 തടവ് പുള്ളികളുടെ കാൽ കഴുകി ശുശ്രൂഷ നടത്തിയ പാപ്പ അക്ഷരാർത്ഥത്തിൽ യാഥാസ്ഥിതികരെ ഞെട്ടിച്ചു. ആ പെൺകുട്ടികളിൽ ഒരാൾ മുസ്ലിമായിരുന്നു. സ്വർഗാനുരാഗികളെക്കുറിച്ച് അവരും ദൈവത്തിൻ്റെ പുത്രരാണ് എന്ന് പറയുവാനും ഫ്രാൻസിസ് പാപ്പ മടിച്ചില്ല. 2014 മാർപ്പാപ്പയുടെ ഇടപെടലിനെ തുടർന്നാണ് US ക്യൂബ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടത്. കത്തോലിക്ക സഭാ മെത്രാന്മാരുടെ സിനഡിൽ പങ്കെടുക്കുന്ന സ്ത്രീകളായ പ്രതിനിധികൾക്ക് പാപ്പ വോട്ടവകാശം നൽകി. വത്തിക്കാൻ കൊട്ടാരത്തിൽ താമസിക്കാതെ ഒരു ചെറിയ അതിഥി മന്ദിരത്തിലാണ് പാപ്പ കഴിഞ്ഞിരുന്നത്. പൊതുവാഹനങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. തൻ്റെ 88-ാം വയസ്സിൽ വത്തിക്കാൻ സമയം രാവിലെ 7:35 ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തു. നവീകരണത്തിൻ്റെ വക്താവായി 12 വർഷം കത്തോലിക്ക സഭയെ നയിച്ചു. മതമെന്നത് കേവലം ആത്മീയമായ സങ്കുചിതത്വമല്ല, മാനവ പുരോഗതിക്കും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള ഇടപെടൽ തന്നെയാണെന്ന് കർമ്മം കൊണ്ട് തെളിയിച്ച ഫ്രാൻസിസ് പാപ്പയുടെ കർമ്മമണ്ഡലം എന്നും പ്രകാശമുള്ള ഒരു നക്ഷത്രമായിരുന്നു. മാനവരാശിക്ക് മുന്നിൽ ആ നക്ഷത്രം ജ്വലിച്ചുകൊണ്ടിരിക്കും.